ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മളും ഇവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിട്ടാണ് ട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് ഓഫീസിൽ പോലൊക്കെ കഴിഞ്ഞിട്ടാണ് ട്ടോ ഞാൻ ഈ ഒരു വ്ലോഗ് എടുക്കൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ റുവ ബേബിക്ക് ഇതേ ഞാനൊരു ബനാന പാൻ കേക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ഹണിയൊക്കെ ഒഴിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റുവ എണീച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനിത് ഉണ്ടാക്കുമ്പോൾ. പിന്നെ എനിക്ക് ഇതേ വെള്ളപ്പാണ് ഉണ്ടാക്കുന്നത്. വെള്ളപ്പത്തിലേക്ക് പിന്നെ കറിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് പാലും പിന്നെ പഞ്ചസാര ഇട്ട് കഴിക്കാൻ അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല രാവിലെ തന്നെ മധുരം കഴിക്കണേൽ. അപ്പോൾ പിന്നെ ഞാൻ കറി അങ്ങോട്ട് ഉണ്ടാക്കി. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ എഗ്ഗ് അതിൽ പൊട്ടിച്ചൊഴിച്ച് ഉണ്ടാക്കുന്ന പോലത്തെ രീതിയിലാണ് ഞാൻ എഗ്ഗ് കറി പ്രിപ്പയർ ചെയ്തത്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ റുവ ബേബി എണീച്ച്. അപ്പം ഞാൻ പാൻ കേക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ റുവ ബേബി ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര ഈച്ചയാണ് കേട്ടോ ഇപ്പോൾ വിൻ്ററൊക്കെ ആയപ്പോൾ. അപ്പം ഞാൻ ഈച്ചനെ ആ ബാറ്റ് വെച്ചിട്ട് ഇങ്ങനെ പിടിക്കാൻ കിട്ടണില്ല. അത് കണ്ടിട്ട് ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുക കേട്ടോ അവള്. അങ്ങനെ പിന്നെ റുവ ബേബി അവിടെ ഒരു സൈഡിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഞാൻ വെള്ളപ്പം പിന്നെ തേങ്ങാപ്പാലും ഈ ഒരു എഗ്ഗ് കറിയൊക്കെ കൂട്ടിയിട്ട്, കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു റോസ്റ്റ് പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ ചായ ഒക്കെ കുടിച്ച് ചെണ്ടുകുട്ടുണ്ടാ ബേബി. ഓ ഓ സൗണ്ട് വരുന്നുണ്ടല്ലോ. സൂപ്പറാ റുവ ബേബി, സൂപ്പറാ. സൂപ്പർ. ടാറ്റാ ചെണ്ടൊക്കെ കൊട്ടി കളിച്ചിരുന്ന ആള് പിന്നെ അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടാ. കാരണം നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എണീച്ച്. അപ്പോൾ പിന്നെ വീണ്ടും ഉറക്കം വന്നിട്ട് അവൾ അങ്ങനെ എൻ്റെ കയ്യിൽ കിടന്ന് ഉറങ്ങിയിട്ടാ. അങ്ങനെ ഉറങ്ങി എണീക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുളിപ്പിച്ചു കൊടുക്കാന്ന്. അപ്പോൾ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഇതേ റുവ ബേബിനെ കുളിപ്പിക്കുകയാണ്. അങ്ങനെ റുവ ബേബിനെ കുളിപ്പിക്കലും ഡ്രസ്സ് മാറ്റലൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുത്തിയിട്ട് ഞാൻ ഉച്ചക്കലത്തെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ കേർഡ് റൈസും അതുപോലെ പൊട്ടറ്റോ ഫ്രൈയും ആണ് ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഈ ഒരു കേർഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വേവിച്ചിട്ട് അതിലേക്ക് തൈര് മിക്സ് ചെയ്തു. പിന്നെ അതിലേക്ക് തൂമിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിലേക്ക് കടുക്, വറ്റൽമുളക്, ഉലുവ, ഉഴുന്നുപരിപ്പ്, വേപ്പില എല്ലാം ഇട്ടിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞ് മുകളിൽ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തപ്പോൾ കേർഡ് റൈസ് റെഡിയായി. പിന്നെ ഞാൻ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് റുവ ബേബിക്ക് ഞാൻ ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഞാൻ അതിൽ എല്ലാ മസാല പൗഡേഴ്സും ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി, മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്ത് നന്നായി ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. ഇത് രണ്ടും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. റുവ ബേബിയും ഫുള്ളും കഴിച്ചിട്ടാ. അവൾക്ക് എരിവില്ലാണ്ട് ഉണ്ടാക്കി കൊടുത്ത കാരണം പ്രശ്നം ഉണ്ടായില്ല. അപ്പം ഞാനിപ്പോൾ കുറച്ചായിട്ട് ചില വീഡിയോസിലും റീൽസിലൊക്കെ ഈ ഒരു കോമ്പിനേഷൻ കാണുന്നുണ്ട്, കേർഡ് റൈസും പൊട്ടറ്റോ ഫ്രൈയും കൂടിയിട്ടുള്ള. അപ്പോൾ ഇത് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതാണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അങ്ങനെ പിന്നെ ഞാൻ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ പുറത്ത് പോയിട്ട് കുറച്ച് തിരുമ്പിയതൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു കാലാവസ്ഥയായിരുന്നു. പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒരു എന്താ പറയുക, മൂടി കെട്ടിയിട്ടുള്ള പോലെ, മഴ ഒക്കെ പെയ്യാൻ പോകുന്ന പോലെ ഫീൽ ചെയ്ത് കേട്ടോ. പക്ഷെ മഴ ഒന്നും പെയ്തില്ല അന്ന്. അങ്ങനെ പിന്നെ ഞാൻ തിരുമ്പിയതൊക്കെ എടുത്ത് വന്നതിന് ശേഷം പിന്നെ കുറച്ച് ഡ്രസ്സുകൾ കഴുകാനിടാനുണ്ടായിരുന്നു കേട്ടോ, റുവ ബേബീൻ്റെ ഡ്രസ്സുകൾ. അപ്പം ഞാനിതേ ആ ഡ്രസ്സൊക്കെ കഴുകാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് വാഷിംഗ് മെഷീനിൽ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ വരുമ്പോഴത്തേക്കും ചായയിലേക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കാന്നുള്ള രീതിയിൽ ഞാൻ പഴം വെച്ചിട്ടുള്ള ഒരു അടയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഇടുന്നില്ല.
വേറൊരു വീഡിയോ ആക്കിയിട്ട് ഇങ്ങനത്തെ എണ്ണ ഇല്ലാത്ത കുറച്ച് പലഹാരങ്ങളുടെ വീഡിയോ കൂടി ഒന്നിച്ച് ഇടാന്നുള്ളതാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ പഴം വെച്ചിട്ടുള്ള ഈ ഒരു അട ഇത്ര ടേസ്റ്റി ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിച്ചു നോക്കിയപ്പോൾ ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതേ ഇക്കും വന്ന് പിന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് ഈ ഒരു ഇലയടൊക്കെ കൂട്ടിയിട്ട്, അപ്പോൾ ഇക്കുനായാലും നല്ല ഇഷ്ടപ്പെട്ട് റുവ ബേബിയും കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാനങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ടൈമൊക്കെ അവിടെ റെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇരിക്കായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ആയപ്പോൾ റുവ ബേബിക്ക് റാഗി കുറുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഞാൻ കേർഡ് റൈസ് പൊട്ടറ്റോ ഫ്രൈയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇക്കുന അതന്നെ കൊടുക്കുക. ഞാൻ ഇക്കുനോട് വന്നപ്പോൾ ചോദിച്ചു നോക്കി അത് കഴിക്കണമെന്ന് ചോദിച്ചു നോക്കി. അപ്പം ഇതുവരെ കഴിച്ചിട്ടില്ല, ട്രൈ ആക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ രാത്രി പിന്നെ കുറച്ച് എക്സ്ട്രാ ഐറ്റംസും കൂടിയും സെറ്റാക്കി. അപ്പോൾ അതിൽ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മാംഗോ തൊക്ക് പിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള അച്ചാറുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അത് നല്ല ടേസ്റ്റ് ഉണ്ട് ആ അച്ചാർ കഴിച്ചു നോക്കി. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഉച്ചയ്ക്ക് കഴിച്ചില്ല എന്ന് ആലോചിച്ച് പോയിട്ട് ആ അച്ചാർ. പിന്നെ അതിൻ്റെ കൂടെ പപ്പടവും ഒക്കെ സെറ്റാക്കിയിട്ട് കൊടുത്ത് ഇക്കു ട്രൈ ചെയ്തിട്ട് ഇക്കുവിൻ്റെ ഒപ്പീനിയൻ നോക്കി നോക്കാം നമുക്ക്. ടേസ്റ്റ് എന്താ ശരിക്കും? പിന്നെ ഇഷ്ടമായ കേർഡ് റൈസ് എല്ലാം കൂടിയിട്ട് കോമ്പിനേഷൻ. വേറെ കറിയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഉപ്പേരി ഉണ്ടായാൽ മതി. ഓ റുവ ഫാസ്റ്റിൽ ചെയ്യണം. അടുത്ത ഡ്രസ് എടുക്ക്. റെസ്റ്റ് വയ്യാണ്ടായ റുവ എപ്പോഴും തിരുമ്പിയത് നമ്മൾ തോരയിടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വാഷിംഗ് മെഷീനിൽ കഴുകാനിടുമ്പോൾ അപ്പോഴൊക്കെ അവൾ അത് കണ്ടു കഴിഞ്ഞിങ്ങനെ നമ്മളെ അടുത്തേക്ക് വരും കേട്ടോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ TV ഒക്കെ കണ്ട് ചിപ്സൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് ടൈമൊക്കെ ഇരുന്നിട്ടാ. ഫിലിം കാണാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഡേ ഇക്കൊരു ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ പിന്നെ അധികം ലേറ്റ് ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്ന്. അപ്പോൾ റുവ ബേബിൻ്റെ കയ്യിൽ ചിപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ചോദിക്കുമ്പോൾ തരണൊക്കെ ഉണ്ടായിരുന്നു ചിപ്സ്. അങ്ങനെ ഞങ്ങളത് കഴിച്ച് പിന്നെ കിടന്നുറങ്ങി. അതൊക്കെയാണ് നമ്മളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടിപൊളി വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.